നമസ്കാരം, leadspack.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ കസ്റ്റമായിട്ടൊരു ഹെഡറും ഫൂട്ടറും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് എല്ലാ വെബ്സൈറ്റിലും അവരുടെ തീമിൻ്റെ ഒരു ഡിഫോൾട്ട് ഹെഡറും ഫൂട്ടറും ഉണ്ടാവും. അത് ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമായിട്ട് പുതിയൊരു ഹെഡർ, അതുപോലെ തന്നെ ഒരു ഫൂട്ടർ, ഇതുപോലൊരു ഫൂട്ടറും ഇതുപോലൊരു ഹെഡറും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു കസ്റ്റം ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ നമ്മുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് പ്ലഗിൻസിൽ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഹെഡർ ഫൂട്ടർ എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ആദ്യം വന്നേക്കണ ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയിട്ട്, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കണ നമ്മുടെ മെനു ഇതാണ്, ഹെഡർ ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൂട്ടർ നോക്കുകയാണെങ്കിൽ ഇതുമാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഹെഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഡാഷ്ബോർഡിൽ ചെന്നിട്ട് അപ്പിയറൻസിൽ ഇവിടെ ഹെഡർ ഫൂട്ടർ ബ്ലോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പുതിയൊരു ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ മേളിൽ ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ബ്ലോക്കിൻ്റെ പേര് കൊടുക്കാം. ഞാൻ ഹെഡർ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ അടിയിൽ നമ്മുടെ ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റിൻ്റെ അവിടെ സെലക്ട് ഓപ്ഷൻ ഹെഡർ ആയി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേ ഓൺ നമ്മുടെ ഹെഡർ സെക്ഷനെ നമ്മുടെ വെബ്സൈറ്റിൽ ഏതൊക്കെ പാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പേജസിലും വേണ്ടതുകൊണ്ട് എൻ്റയർ വെബ്സൈറ്റ് എന്ന് കൊടുക്കാം. അടിയിൽ യൂസർ റോൾസ്, ഏതൊക്കെ യൂസേഴ്സിനെ ഇത് കാണാൻ ഡിസ്പ്ലേ ആകുന്നതാണ്, അതും നമ്മൾ ഓൾ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് എഡിറ്റ് ചെയ്യണം. അതിനായിട്ട് എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ പുതിയൊരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ പ്ലസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ഇഷ്ടമുള്ളൊരു സെക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മെനുവിന് വേണ്ടി ഹെഡർ സെക്ഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു ലോഗോവും വേണം നമ്മുടെ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു മെനുവും വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഈ 2 സെക്ഷനുള്ള ഒരു ഇത് സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ സെക്ഷൻ എഡിറ്റ് ചെയ്ത് ഇതിപ്പോൾ ഇത്തിരി ലെഫ്റ്റിലേക്ക് നീക്കണമെങ്കിൽ എനിക്ക് ഈ സെൻറ്ററിൽ ഈ ഒരു പോർഷനിൽ അതിൽ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് എനിക്കിങ്ങനെ ലെഫ്റ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ലോഗോ ആണ് ആഡ് ചെയ്യേണ്ടത്, എന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റ് ലോഗോ. അതിനായിട്ട് ഈ ഒരു ബട്ടണിൽ നിൽക്കിയിട്ട് ഇവിടെ ലോഗോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ HFB എന്ന് പറയുന്നത് ഇപ്പോൾ ഹെഡർ ഫൂട്ടർ ബ്ലോക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻ്റെ ഒരു വിഡ്ജറ്റാണ് ഈ കാണുന്നത്. അത് നേരെ ഡ്രോപ്പ് ചെയ്യുക ഇതിലേക്ക്. ഓക്കെ, അവിടെ നമ്മുടെ സൈറ്റിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ മെനു ഡ്രോപ്പ് ചെയ്യണം. അതിനായിട്ട് ഒന്നുകൂടെ അവിടെ തന്നെ ചെന്നിട്ട് മെനു എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, HFBയുടെ തന്നെ നാവിഗേഷൻ മെനു സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെനു പ്രൈമറി മെനു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലെഫ്റ്റിലേക്കായിട്ടാണ് അലൈനായിട്ട് കിടക്കുന്നത്. നമുക്കത് അലൈൻമെൻറ്റ് മാറ്റാനായിട്ട് ഇവിടെ അടിയിൽ ലേഔട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അലൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സെൻറ്ററോ അല്ലെങ്കിൽ റൈറ്റോ ആക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡർ പോർഷൻ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് ഞാനിതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട്, ഇപ്പോൾ മെനു ഭയങ്കരമായിട്ട് മേളിലേക്ക് കയറിയാണ് കിടക്കുന്നത്. അതെനിക്കൊന്ന് അടിയിലേക്ക് ആക്കണം. അതുപോലെ തന്നെ ഈ ആക്റ്റീവായിട്ട് നിൽക്കണതിൻ്റെ കളർ മാറ്റണം. അതുപോലെ തന്നെ ഹോവർ ചെയ്യുമ്പോഴുള്ള കളർ മാറ്റണം. പിന്നെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ പാഡിങ്ങും ഉണ്ട്, വെർട്ടിക്കൽ പാഡിങ്ങും ഉണ്ട്. ഇതിൽ വെർട്ടിക്കൽ പാഡിങ് നമ്മൾ ഇൻക്രീസ് ചെയ്യണതനുസരിച്ച് ഇത് അടിയിലേക്ക് ഇറങ്ങണതാണ്. അപ്പോൾ ഞാനത് മാക്സിമം ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ മെനു ഇപ്പോൾ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ മെനൂസിൻ്റെ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഡിഫറൻസ് കൂട്ടാനാണ് ഇത് സ്പേസ് ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷൻ. അത് ഞാനൊരു 20 ആക്കി കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈൻ ഹോവർ എഫക്റ്റ് ഉണ്ട്.
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അണ്ടർലൈൻ ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി ഹോവർ ചെയ്യും തോറും അടിയിലൊരു ലൈൻ കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഫോണ്ട് മാറ്റാനായിട്ട് ടൈപ്പോഗ്രഫി എന്നുള്ള ഓപ്ഷനിൽ ഈ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കണ ഫോൺ ഫാമിലി എന്നുള്ള റോബോട്ടോ എന്നുള്ളൊരു ഇതാണ്. അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റാൻഡമായിട്ട് ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഇനി അതിൻ്റെ കളർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ കണ്ടു ഡിഫോൾട്ടായിട്ടുള്ള കളർ നമുക്ക് കാണാം. അത് മാറ്റിയിട്ട് ഞാനൊരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, അത് ഞാൻ കൊടുത്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള കളറുണ്ട്, ഹോവറായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ ഹോവർ എന്നുള്ള ഓപ്ഷനിൽ ചെന്നിട്ട് ടെക്സ്റ്റ് കളറിൻ്റെ അവിടെ ഹോവർ ചെയ്യുമ്പോഴുള്ള കളറ് ഞാനൊരു ലൈറ്റ് ബ്ലൂ ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിവിടെ ഹോവർ ചെയ്യുമ്പോൾ കണ്ടോ അവിടെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുണ്ട്. ലൈനിൻ്റെ കളറല്ല, നമ്മുടെ മെനുവിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ ലിങ്ക് ഹോവർ എഫക്റ്റിൽ ഞാനൊരു ബ്ലൂ കളർ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ അടിയിലെ ലൈനിൻ്റെ കളറും ചേഞ്ച് ആവുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിലേക്ക് പോയി നോക്കാം. ഈ ഡ്രോപ്പ് ഡൗൺ എന്നുള്ള ഓപ്ഷനൊക്കെ സബ് മെനുവിനുള്ളതാണ്. ഇപ്പോൾ സബ് മെനു നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് അതൊന്നും എടുക്കണില്ല. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡർ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഹെഡർ. ഇനി എങ്ങനെയാണ് ഫൂട്ടർ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് കളയാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ അപ്പിയറൻസിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള സെക്ഷനിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഹെഡർ ആഡ് ചെയ്ത സെയിം ഫങ്ഷൻസ് തന്നെയാണ് ഇതിൽ. ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫൂട്ടർ എന്ന് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ സെലക്ട് ഓപ്ഷനിൽ ഫൂട്ടർ ആക്കി കൊടുത്തു. എന്നിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ എൻ്റെ വെബ്സൈറ്റും യൂസർ റോൾസും ഓളും ആക്കി പബ്ലിഷ് ചെയ്തു. എന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സെക്ഷൻ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫൂട്ടറാണ് ക്രിയേറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഞാനൊരു 3 സെക്ഷനുള്ള ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ലെഫ്റ്റിൽ ഞാൻ നമ്മുടെ ഒരു ക്വിക്ക് ലിങ്ക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ആഡ് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഒരു ഹെഡിങ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഞാനത് ക്വിക്ക് ലിങ്ക്സ് എന്നാക്കി. ഓക്കെ, ഇനി എനിക്കവിടെ എന്താ പറയുക നമ്മുടെ മെനൂസ് വേണം, ഫൂട്ടർ മെനു. അതിനായിട്ട് ഞാനിവിടെ മെനു എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ HFBയുടെ ഫൂട്ടർ മെനു ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്തു, ഈ ക്വിക്ക് ലിങ്ക്സിൻ്റെ നേരെ അടിയിലേക്ക്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക ഹൊറിസോണ്ടലായിട്ടാണ് കിടക്കുന്നത്, നമുക്ക് വെർട്ടിക്കലായിട്ട് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ലേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലേ ഔട്ട് ഹൊറിസോണ്ടൽ മാറ്റിയിട്ട് വെർട്ടിക്കലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വിക്ക് ലിങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടെക്സ്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഒരു ഡാർക്ക് ബ്ലൂ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ഈ ഹെഡിങ്ങിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെഡിങ്ങിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് നമ്മുടെ ലോഗോ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോഗോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈറ്റ് ലോഗോ കാണാം, അത് ഡ്രോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഉണ്ട്, അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു അടുത്തൊരു സെക്ഷനായിട്ട് നമ്മൾക്കൊരു കോണ്ടാക്റ്റ് എന്നുള്ളൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഹെഡിങ് എന്നുള്ള ഒരു ടാഗ് ഇടുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ചേഞ്ച് ചെയ്തിട്ട് കോണ്ടാക്റ്റസ് എന്നാക്കി.
ഓക്കെ, ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ സെയിം കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അത് കോപ്പി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ കോണ്ടാക്ട് സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഐക്കൺ ലിസ്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ഒരു സോഷ്യൽ ഐക്കൺസും കൂടി ഡ്രാഗ് ചെയ്യണം. ഓക്കെ, സോഷ്യൽ ഐക്കൺസ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഉള്ള ഓരോ വാല്യൂസ് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ലിസ്റ്റ് ഐറ്റം 1 എന്നുള്ളത് ഞാൻ നമ്മുടെ മൊബൈൽ നമ്പർ ആക്കാനായിട്ട് +91. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഐക്കൺ എനിക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിനായിട്ട് ഞാനിവിടെ ഐക്കൺ ലൈബ്രറി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോൺ എന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ ഇഷ്ടംപോലെ ഐക്കൺസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമെയിൽ ID കൊടുക്കാം. അതിനായിട്ട് നേരെ അടിയിലേക്ക് വരാം, ലിസ്റ്റ് ഐറ്റം 2 എടുക്കുക. എന്നിട്ട് നെയിം ഞാനിവിടെ ഇമെയിൽ ID എന്താ പറയുക, ഇപ്പോൾ digispace@gmail.com എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഐക്കണും ഞാൻ മെയിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇത് പറഞ്ഞാൽ വേണ്ട, എൻവലപ്പ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, എൻവലപ്പ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ കുറച്ച് മെയിലിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എനിക്ക് മൂന്നാമത്തത് ഞാൻ ലൊക്കേഷൻ്റെ ഇതാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ അവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ABCD എന്നുള്ളൊരു ഇത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഐക്കൺ ലൊക്കേഷൻ ഇത് സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടിയിൽ സോഷ്യൽ ഐക്കൺ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കുറക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ സൈസ് കണ്ടോ, നമുക്കതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊരു ഒരു 15 ആക്കി കൊടുത്തു. ഇനി അതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കണ്ടൻസേറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ അലൈൻമെൻറ്റ് ലെഫ്റ്റിലേക്കായി കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ കോണ്ടാക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ ലെഫ്റ്റിലേക്ക് ഭയങ്കരമായിട്ട് ഒരു മുട്ടി കിടക്കണ പോലെ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഓരോന്നിൻ്റെ അലൈൻമെൻറ്റ് റൈറ്റിലേക്ക് ആക്കണം. ഓക്കെ, കോണ്ടാക്റ്റ് അത് റൈറ്റിലേക്കായി. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഞാൻ ചേഞ്ച് ചെയ്യണം. ഇനി നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ അലൈൻമെൻ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒരു കോപ്പി റൈറ്റ് സെക്ഷനും കൂടി ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പുതിയ സെക്ഷൻ ആഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ബട്ടണിൽ കോപ്പി റൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യാം. കോപ്പി റൈറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ HFBയുടെ കോപ്പി റൈറ്റ് വിഡ്ജറ്റ് വന്നിട്ടുണ്ട്. അത് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു കോപ്പി റൈറ്റ് ടെക്സ്റ്റ് ഇതിൽ വരും. നമുക്കിതിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ചേഞ്ചുകൾ വരുത്താം. ഇനി നമുക്ക് ഇത് എൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററിലേക്കാക്കാം. അതിനായിട്ട് ഇവിടെ അലൈൻമെൻറ്റ് കണ്ടു, സെൻറ്റർ ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. സെൻറ്ററായി കൊടുക്കാം. ഇനി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറ് വല്ലതും മാറ്റണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ടൈപ്പോഗ്രഫി നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളറ് ഒന്ന് മാറ്റുകയാണ് ഈ ഒരു സെക്ഷൻ്റെ. അത് ചേഞ്ച് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ചെന്നിട്ട് ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ക്ലാസിക് ആക്കിയിട്ട് ഇവിടെ കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനതൊരു ലൈറ്റായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫൂട്ടർ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡർ ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫൂട്ടർ നോക്കുകയാണെങ്കിൽ ഫൂട്ടറും ഇതാണ്.
പക്ഷേ ഇതിലൊരു ഭംഗിക്കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളറ് തമ്മിലൊരു ചേർച്ചയുമില്ല. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് രണ്ടും സെയിം ആക്കാൻ വേണ്ടി ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ ഇതിൽ വരുത്താനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ഈ ഒരു കളറ് ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാനൊന്ന് കോപ്പി ചെയ്തെടുത്തു. ഇനി ഞാൻ നമ്മൾ ഇത് എഡിറ്റ് ചെയ്തിരുന്ന ഒരു ഫീൽഡിൽ ചെന്നിട്ട് ഞാൻ ആദ്യം ഈ ഫൂട്ടറിൻ്റെ തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഫൂട്ടറിൻ്റെ ഈ ഒരു സെക്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കളറ് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ക്ലാസിക് ആക്കിയിട്ട് ഇവിടെ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത കളർ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൂട്ടർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ അതിന് മുന്നേ ഞാൻ നമ്മുടെ ഹെഡറും കൂടി റെഡിയാക്കാനായിട്ട് ഇതൊന്ന് ബാക്ക് അടിച്ചു. ഓക്കെ, ഇനി ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെഡറും ഫൂട്ടറും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഹെഡർ എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് വിത്ത് എലമെൻ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ സെക്ഷൻ സെലക്ട് ചെയ്തു, നമ്മൾ ഫൂട്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഈ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ക്ലാസിക് ആക്കിയിട്ട് ഞാൻ ഈ കളറ് നേരത്തെ കോപ്പി ചെയ്തെടുത്ത കളർ ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ആക്റ്റീവ് മെനുവിൻ്റെ കളറ്, അതുപോലെ തന്നെ ആക്റ്റീവ് മെനുവിന് ഒരു അണ്ടർലൈൻ ഉണ്ട്. അതുതന്നെ ഹോവർ ചെയ്യുമ്പോൾ ഒരു അണ്ടർലൈനും വരുന്നുണ്ട്, അതിൻ്റെ കളറും ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ബോട്ട് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, അതപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഹെഡർ സെക്ഷൻ. ഇനി അടിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫൂട്ടർ നോക്കാം. ഓക്കെ, കണ്ടോ, നമ്മുടെ ഫൂട്ടറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോപ്പിറൈറ്റ് സെക്ഷൻ കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമായിട്ട് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ഇത് ഹെഡറും ഫൂട്ടറും ചേഞ്ച് ചെയ്ത് കസ്റ്റമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊരു ഹെഡറും ഫൂട്ടറും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യത്തിൽ ലെങ്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ബൈ.